കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ കേസുകളിലൊന്നാണിത്. മറ്റത് സ്വാഭാവികമായിട്ടും കരുവന്നൂർ കേസിലെ മറ്റ് പ്രശ്നങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും മറ്റുള്ളവരൊക്കെ ആവശ്യമായ അന്വേഷണം നടത്തിയതാണ്, നടപടി സ്വീകരിച്ചതാണ്. രാഷ്ട്രീയമായി ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളുടെ പേരിൽ പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും നിലപാട് സ്വീകരിച്ച് ഇപ്പം അതിൻ്റെ കരുവന്നൂർ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി വന്ന് ബാങ്ക് സാധാരണ നിലയിലേക്ക് പോവുകയാണ്. ആ BJPയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയുണ്ടാക്കിയ ഒരു കേസാണിത്. ആ കേസിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. രാഷ്ട്രീയമായിട്ട് BJPയും പ്രതിപക്ഷവും ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞു പോകും. തീർച്ചയായിട്ടും ഒരു സംഘടനയെ പ്രതിയാക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇതിന് മുകളിൽ കോടതിയുണ്ടല്ലോ, ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. സംഘടനയെ പ്രതിയാക്കുക എന്നുള്ള അപൂർവ സംഭവത്തിനും ED ഏതറ്റം വരെയും എന്തും ചെയ്യാൻ പോകും എന്നുള്ളൊരു സൂചനയാണ്. രാഷ്ട്രീയ ദാസ്യവേല ചെയ്യാൻ തയ്യാറാകുമെന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. സുരേഷ് ഗോപി അവിടെ ഒരു മാർച്ച് നടത്തിയതാണ്, അത്തരത്തിൽ വലിയ പ്രചാരണം BJP നടത്തിയതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണത്തെ ED അന്വേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? ഞാൻ പറയുന്നത് ED അന്വേഷണങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുറകിൽ BJPയുടെ ഗവൺമെൻറ്റില്ലേ. ഒരു സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പങ്കുണ്ടാവും. ഞാനത് വ്യക്തിപരമായി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP ഇതര രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയില്ലേ. ED എടുത്ത കേസിൽ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 1% താഴെയൊക്കെയല്ലേ ഇതുവരെ എടുത്ത കേസുകളിൽ. അപ്പോൾ കേസെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തലാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള കേസല്ലേ കൊടകര കുഴൽപ്പണ കേസ്. ED അന്വേഷിക്കാൻ പറഞ്ഞതല്ലേ. EDയുടെ അന്വേഷണം എന്തായി? ED അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, ഓഫീസിൽ 9 കോടി രൂപ കൊണ്ടുവന്ന് വെച്ചു, ചാക്കിലാക്കി എന്ന് പറഞ്ഞ തിരൂർ സതീഷ്, BJPയുടെ ഓഫീസ് സെക്രട്ടറി, അയാളുടെ മൊഴി പോലും ഇതെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ED രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഉപകരണമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമായാലും കേരളത്തിലെ മറ്റു സംഭവ വികാസങ്ങളും. പാർട്ടിക്കൊപ്പം തന്നെ വ്യക്തിപരമായും വിമർശനങ്ങളും ആരോപണങ്ങളും നേരിടുന്നുണ്ട്. അത് ഈ കേസിൽ കോടതി ഇത്തരം പരാമർശം നടത്തിയതോടുകൂടി എതിരാളികൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ്. എതിരാളികൾക്ക് ശക്തി പകരുന്ന വിധിയൊന്നും അതിലുണ്ടായിട്ടില്ല. ED എടുത്തൊരു കേസിൽ ഞങ്ങളതിൽ കക്ഷികളല്ല എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പോയി. PMLA കോടതി അവസാന വാക്കല്ലല്ലോ. PMLA കോടതി, അതിന് മുകളിൽ നിയമപീഠങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ നോക്കും. അപ്പോൾ ഈ കേസിൽ മാത്രമല്ല, PMLA കോടതിയുടെ ഏത് വിധികളും, ഞാൻ കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ ഏത് വിധികളും നിങ്ങളെടുത്ത് നോക്കിക്കോ. പ്രാഥമിക ഘട്ടത്തിൽ പ്രോസിക്യൂഷനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം സ്വീകരിക്കുക. അവർ പറയുന്ന കൃത്രിമമായി ഉണ്ടാക്കുന്ന തെളിവുകൾ വെച്ചാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തിൽ അന്വേഷണം നേരിടണം എന്ന് പറയുന്നത്. ഞങ്ങളതിന് നിയമപരമായി നേരിടും എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യയിലാകമാനം EDയെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ മുഖ്യ പങ്ക് BJPക്കാണ്. കേരളത്തിൽ BJPയുടെ കൂടെ, അതിൻ്റെ കൂടെ ഇന്നത്തെ ഭരണകക്ഷി കോൺഗ്രസ് അതിൻ്റെ കൂടെ ചേരുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ടായിട്ടുണ്ട്. അത്രയാണല്ലോ. ഞാൻ ഈ ഗൂഢാലോചനയല്ല പറഞ്ഞത്. ഇതിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ ED മോശം ആ നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളെ, പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതാക്കളെ മാറ്റാൻ, ഗവൺമെൻറ്റുകളെ മാറ്റാൻ, അവിടേക്ക് EDക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട്. ഞങ്ങൾ അവിടെയും ഇവിടെയും ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ED രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള BJP ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ രാഷ്ട്രീയ ഉപകരണമാണെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ദേശീയ രാഷ്ട്രീയത്തിലും ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമല്ലേ. കേരളത്തിൽ വരുമ്പോൾ ED കൊള്ളാം, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ദേശീയ നേതൃത്വത്തിലുള്ളവർ തന്നെ ചോദിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയല്ലേ. ആ ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ ലാക്കിന് വേണ്ടി കോൺഗ്രസ് ഉപയോഗിക്കുന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നീതിപീഠത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ പോവും. നീതിപീഠത്തിൽ പോവും. രാഷ്ട്രീയമായിട്ടാണ് വരുന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുകയും ചെയ്യും.
കരുവന്നൂർ കേസിൽ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കലൂർ PMLA കോടതി പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി അവർക്ക് സമൻസും അയച്ചിരുന്നു. അതിൽ പ്രതികരിക്കുകയായിരുന്നു MLA കൂടിയായ AC മൊയ്തീൻ. കേസ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നാണ് അദ്ദേഹം പറയുന്നത്.